ടോപ്പിക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചുകളെയാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ പഠിച്ചിരുന്നു, ഡിമാൻഡിൻ്റെ ചേഞ്ച് പല കാരണങ്ങൾക്കും കൊണ്ടൊക്കെ ആവാം. പ്രൈസിൻ്റെ കാരണം കൊണ്ടും ആവാം, ഇൻകം ആവാം, ടാക്സേഷൻ പോളിസീസൊക്കെ ആവാം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസൊക്കെ ആവാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പലതരം ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് പറയണത്. ഓക്കെ, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിറ്റർമിനൻസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ഓൾസോ ചേഞ്ച്. അതായത് ഇതിൽ പറയണത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടണതോ കുറയണതോ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേരിയേഷൻസ് ആവാം, ടാക്സേഷൻസ് പോളിസീസ് ആവാം, ഗവൺമെൻറ് പോളിസീസ് ആവാം, അതുപോലെ തന്നെ ഇൻകം പോളിസീസൊക്കെ ആവാം. അപ്പോൾ ആ ഒരു കാരണങ്ങളുടെ കൂടുതലോ കുറഞ്ഞോ അനുസരിച്ചിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയണത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ഗിവൺ ചേഞ്ച് ഇൻ എനി ഓഫ് ദീസ് ഡിറ്റർമിൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതിനെയാണ്. അതായത് പ്രൈസ് മാത്രമല്ല, ഈ കാരണങ്ങൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതിനെയാണ് പറയണത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ റെസ്പോൺസ് അതെങ്ങനെയാണ്, ആ പ്രൊഡക്റ്റിൻ്റെ കാരണം കൊണ്ട് ചേഞ്ചുകൾ വരുന്നതിനെയാണ് പറയണത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അളവ് അളക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഇൻകം, ടാക്സേഷൻ പോളിസീസുകളൊക്കെ കൂടോ കുറയോ അനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടണോ കുറയണോനെയാണ് പറയണത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഉള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി. ആദ്യം തന്നെ നമുക്ക് നോക്കാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ നമുക്ക് ആ ഒരു ടേം കൊണ്ട് തന്നെ മനസ്സിലാവും. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, അതായത് ഡിമാൻഡിൻ്റെ ചേഞ്ച് വരുന്നത്. ഇതിൽ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രൈസിൽ ചേഞ്ച് വരുന്ന അനുസരിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടണോ കുറയണോ അതിനെയാണ് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ് ഓഫ് കൺസ്യൂമർ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അവരുടെ പ്രിഫറൻസുകൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വരുന്നത് എങ്ങനെയാണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൈസ് കൂടുതലാണെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ആ പ്രൊഡക്റ്റിന് അധികം ഡിമാൻഡ് ഉണ്ടാവില്ല. എന്നാലോ കുറവ് വിലയുള്ള പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ അതനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. ഇതിനെയാണ് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അളക്കണത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടണോ കുറയണോ അനുസരിച്ചിട്ടായിരിക്കും. EP ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. EP എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ അളവ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് അനുസരിച്ചിട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതിന് തന്നെ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് പലതരം ഡിഗ്രികളുണ്ട്. അതായത് ഇപ്പോൾ നോക്കി, പ്രൈസ് എപ്പോഴും ഒരേ അളവിലായിരിക്കില്ല. ചിലപ്പോൾ പ്രൈസ് കുറയാം, ചിലപ്പോൾ പ്രൈസ് കൂടാം, ചിലപ്പോൾ കുറച്ച് കൂടാം, ചിലപ്പോൾ കുറേ കൂടാം, അങ്ങനെയൊക്കെ ആവാം. അതിനെയാണ് പറയണത് ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയണത്. ഇതിൽ പറഞ്ഞേക്കണത് a small change in price may result in large change in demand or a large change in price may result in small change in demand. The demand in former case is said to be elastic and the demand in latter case is said to be inelastic. അതായത് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി 2 ടൈപ്പ് ഉണ്ട്, ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും എന്ന് പറയുന്നത്. A small change in price may result in large change in demand. അതായത് ഒരു
ചെറിയൊരു പ്രൈസ് വ്യത്യാസം വരുമ്പോൾ ഡിമാൻഡിൻ്റെ ഭയങ്കര വലിയ വ്യത്യാസം വരും. ഓക്കെ, അതായത് പ്രൈസിൻ്റെ ചെറിയ വ്യത്യാസം വരുമ്പോൾ ഡിമാൻഡിൻ്റെ ചേഞ്ചിന് ഭയങ്കര വലിയ വ്യത്യാസം വരുമ്പോൾ ആണ് പറയുന്നത് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതേ സമയത്ത് പ്രൈസിൻ്റെ വലിയ വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ, ഡിമാൻഡിന് ആകെപ്പാടെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതിനെയാണ് പറയണത് ഇൻ ഇലാസ്റ്റിക് എന്ന് പറയണത്. ആദ്യത്തെ നോക്കാം. ആദ്യത്തെ ഡിഗ്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ ഇൻഫിനിറ്റി ഇലാസ്റ്റിസിറ്റി എന്നും കൂടി പറയും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ആൻ അൺലിമിറ്റഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പറയണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദർ ഈസ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്, ആകെപ്പാടെ പ്രൈസിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. പക്ഷേ ഡിമാൻഡിൽ അൺലിമിറ്റഡ് ആയിട്ട്, അതായത് ഇൻഫിനിറ്റീവ് ആയിട്ടാണ് ചേഞ്ച് വന്നത്. അതായത് ഡിമാൻഡിൽ നല്ലോണം ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് ചിലപ്പോൾ 1-2 രൂപ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഡിമാൻഡിലോ ഭയങ്കര വലിയ വ്യത്യാസം വന്നു. അതിനെയാണ് പറയണത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയണത്. അല്ലെങ്കിൽ അതിന് ഇൻഫിനിറ്റി ഇലാസ്റ്റി കൂടി എന്ന് പറയും. ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാം. ക്വാണ്ടിറ്റിയും പ്രൈസും തന്നിട്ടുണ്ട്. ഇതിൽ പ്രൈസിൽ ഒരു വ്യത്യാസം വന്നപ്പോൾ ഡിമാൻഡിൽ ഒരു നല്ലോണം വ്യത്യാസം വന്നു. അതായത് മൊത്തം തന്നെ ഡിമാൻഡിൻ്റെ ഒരു അളവ് എപ്പോഴും ഇൻഫിനിറ്റി നമുക്ക് അളക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും വ്യത്യാസം വന്നു. അതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരാം. അതുകൊണ്ടാണ് അതിനെ ഹൊറിസോണ്ടൽ ലൈൻ ഡിമാൻഡ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കർവ് ഡിമാൻഡും കൂടി പറയും. ഇത് നോക്കിയേ, നമ്മൾ EP ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിയിൽ വരുമ്പോൾ ഇൻഫിനിറ്റ് ആണ് വരുന്നത്. നോക്കി, horizontal line demand curve indicate that the small fall in price will lead to unlimited extension of demand and a small rise in price will lead to unlimited contraction of demand ആണ്. അതായത് ഇൻഫിനിറ്റി ഇലാസ്റ്റിയിൽ പ്രൈസിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വരാണെങ്കിൽ, അപ്പോൾ സപ്പോസ് ഒരു പ്രൈസ് ചെറിയൊരു കുറവാണെങ്കിൽ ഡിമാൻഡിൽ നല്ലോണം അങ്ങോട്ട് ചേഞ്ച് ഉണ്ടാവും. അത് എക്സ്പാൻഷൻ എന്ന രീതിയിലും പറയും. അതുപോലെ തന്നെ ഇനി പ്രൈസ് കൂടാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവണേ, ഡിമാൻഡിൽ വീണ്ടും നല്ലോണം കുറച്ച് രീതിയിൽ കൂടുകയാണെങ്കിൽ ഡിമാൻഡിൽ നല്ലോണം തന്നെ വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് പറയുന്നത് കോൺട്രാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്താ എന്ന് പറഞ്ഞിട്ട്. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡിൻ്റെ കൂടുന്നതിനെയാണ് പറയുന്നത് എക്സ്പാൻഷനും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണേനെയാണ് പറയണത് കോൺട്രാക്ഷനും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് സീറോ ഇലാസ്റ്റിസിറ്റി എന്നും കൂടിയാണ്. ഡിമാൻഡ് is said to be inelastic when demand is unaffected by the price change in price. അതായത് പ്രൈസ് കൂടോ കുറയോ എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ അത് ഡിമാൻഡിൽ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. അതിനെയാണ് പറയുന്നത് സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. It means that the quantity demanded does not respond to a rise or fall in price. അതായത് ഒരു പ്രൈസിൻ്റെ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ആവാം, പക്ഷേ അതിൽ ഡിമാൻഡിൽ യാതൊരു വ്യത്യാസവും വരില്ല. അതിനെയാണ് പറയണത് പ്രൈസ് ഇൻ ഇലാസ്റ്റിസിറ്റി. സീറോ ഇലാസ്റ്റിസിറ്റിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഡിമാൻഡ് സീറോ ആയിരിക്കും. കാരണം എന്താ, പ്രൈസിൻ്റെ ചിലപ്പോൾ റൈസ് ആവാം ഫോൾ ആവാം, പക്ഷേ യാതൊരു തരത്തിലും ഡിമാൻഡിൽ വ്യത്യാസം വരുന്നില്ല. അതിനെയാണ് പറയണത് സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ തേർഡ് വൺ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആണ്. Demand is said to be relatively elastic when a change in price result in a more than proportionate change in demand. അതായത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതലായിരിക്കും ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. In this case, the percentage change in quantity demanded is more than the percentage change in price. Therefore, elasticity of ഡിമാൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ പ്രൈസ് 5% ആണ് കൂടിക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഡിമാൻഡ് അതിൻ്റെ ഇരട്ടിയായിരിക്കും കൂടുതലാവാം, 10% ആവാം. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് പ്രൈസ് കൂടും
പക്ഷേ അതിനേക്കാളും കൂടുതലായിരിക്കും ഡിമാൻഡിൻ്റെ അളവ് കൂടണത്. അതിനെയാണ് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് EP എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്ന് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് വൺ റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഡിമാൻഡ് ഇസ് സെഡ് ടു ബി റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് when a change in price result in less than proportionate change in demand. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് ഡിമാൻഡിൽ കുറവായിരിക്കും ഡിമാൻഡിൽ കുറവായിരിക്കും ചേഞ്ചുകൾ വരാം. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ വിചാരിച്ചുള്ളൂ, പ്രൈസ് 10% ഇൻക്രീസ് ആയി എന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ ഡിമാൻഡോ ആകെപ്പാടെ 5% ഇൻക്രീസ് ആയുള്ളൂ. അതായത് പ്രൈസിൽ വേരിയേഷൻ വന്നു എങ്കിൽ പോലും അതനുസരിച്ച് ഡിമാൻഡിൽ ചേഞ്ച് ആകെപ്പാടെ കുറച്ചേ വന്നുള്ളൂ. അതിനെയാണ് പറയുന്നത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് എന്ന് പറയുന്നത് EP എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം എന്താ, പ്രൈസിനേക്കാളും അളവത്ത് നോക്കുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതിനെയാണ് പറയുന്നത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഡിമാൻഡ് ഇസ് സെഡ് ടു ബി യൂണിറ്റ്ലി ഇലാസ്റ്റിക് വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ആൻ ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് പ്രൈസിൽ വരുന്ന ചേഞ്ച് അതുപോലെ തന്നെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചുകളും ഈക്വൽ തന്നെയായിരിക്കും. അതിനെയാണ് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് 10% ആണെങ്കിൽ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചും 10% തന്നെയായിരിക്കും. Therefore, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് EP എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താ, പ്രൈസും അതുപോലെ തന്നെ ഡിമാൻഡും ഈക്വൽ ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് 3 മെത്തേഡുകളാണുള്ളത്. ആദ്യത്തെ പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പോയിന്റ് ഇലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ ആർക്ക് ഇലാസ്റ്റിസിറ്റി ആൻഡ് തേർഡ് വൺ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്. സോ ഫസ്റ്റ് വൺ നോക്കാം, പെർസെൻറ്റേജ് മെത്തേഡാണ്. ഇതിലെന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു മെഷർ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഡിമാൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ഡിമാൻഡ് കർവ്. അതായത് ഇത് ഡിമാൻഡ് കർവിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു മെഷർ ദ ഇലാസ്റ്റിസിറ്റി വെൻ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് വെരി സ്മോൾ. അതായത് ഈ മെത്തേഡ് പ്രൈസിൻ്റെ ചേഞ്ചസ് വളരെ കുറവായിരിക്കും, അതായത് അല്ലെങ്കിൽ പ്രൈസിൻ്റെ വേരിയേഷൻ വളരെ കുറവായിരിക്കുന്ന സമയത്താണ് ഈ പെർസെൻറ്റേജ് മെത്തേഡ് ചെയ്യണത്. അതായത് പ്രൈസിൻ്റെ വ്യത്യാസം ലെസ് ദാൻ 20% ആണെങ്കിൽ ആണ് ഈ പെർസെൻറ്റേജ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് എത്രയാണോ ഡിമാൻഡിൽ ചേഞ്ച് വന്നേക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ എത്രയാണോ പ്രൈസിൽ ചേഞ്ച് വന്നേക്കുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു രീതിയിലും എഴുതാം, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. അതായത് ക്വാണ്ടിറ്റിയിൽ എത്രയാണോ ചേഞ്ച് വന്നേക്കണേ ഡിവൈഡഡ് ബൈ ശരിക്കുമുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. എത്രയാണോ പ്രൈസിൽ വേരിയേഷൻ വന്നേക്കുന്നത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ആണ്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇരിക്കുന്നത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു പി divided by delta P. Okay, that is delta Q divided by delta P into P divided by Q എന്നാണ് ഈ ഫോർമുല വരുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസും ക്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇത് നമ്മൾ ഡിവിഷനിലാണ് ഇട്ടിട്ടുണ്ടായത്, അത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് 10 per unit, അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 10 per unit ആണെന്ന് വിചാരിച്ചോളൂ. ദ ഡിമാൻഡ് ഫോർ ഇറ്റ് ഈസ് 2400 unit. അതിൻ്റെ ഡിമാൻഡ് 2400 യൂണിറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബട്ട് ഇഫ് ദ പ്രൈസ് ഗോസ് അപ്പ്, അതായത് പ്രൈസ് കൂടി, അതായത് പ്രൈസിൽ ചേഞ്ച് വന്നു, എത്രയാണ് 12 രൂപയാണ്. അതായത് 10 രൂപയായിരുന്നു ആദ്യം, അതിൽ ചേഞ്ച് വന്നു
12 രൂപയായി മാറി. Then the quantity demanded come down to 1200 യൂണിറ്റ്. അപ്പം നോക്കി പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡിൽ കുറഞ്ഞു, ഡിമാൻഡിൽ ചേഞ്ച് വന്നു. എത്ര? 1000 യൂണിറ്റ് 100 മാറി. കാൽക്കുലേറ്റ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ് വഴി ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫോർമുല അപ്ലൈ ചെയ്യുക. പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഓക്കെ, എത്രയാണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നത്? 1200 വന്നത്. ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്. എത്രയാണ് പ്രൈസിൽ ചേഞ്ച് വന്നത്? നോക്കി, പ്രൈസ് കൂടിയത് 12 യൂണിറ്റ് ആണ്. ഇവിടെ 12 യൂണിറ്റ് ആയിട്ടാണ് മാറിയത്. നോക്കി, എത്ര രൂപയാണ് കൂടിയത്? 2 രൂപയാണ് കൂടിയത്. അതായത് ആദ്യം 10 രൂപയായിരുന്നു, ഇപ്പം 12 മാറി. സോ എത്ര രൂപ കൂടി? 2 രൂപ കൂടി. ദെൻ പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ്. ആദ്യത്തെ പ്രൈസ് എത്രയായിരുന്നു? 10 രൂപയായിരുന്നു. ക്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി. ആദ്യത്തെ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 2400. ഫോർമുലയിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.5 ആണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 2.5 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആർക്ക് ഇലാസ്റ്റിസിറ്റി ആണ്. ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ ആവറേജ് ഇലാസ്റ്റിസിറ്റി കൂടി പറയും. അതായത് ആർക്ക് ഇലാസ്റ്റിസിറ്റി യൂസ് ചെയ്യണത് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പണ്ടത്തെ പ്രൈസും തന്നിട്ടുണ്ടാവും, പുതിയ പ്രൈസും തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ദ ഫോർമുല ഫോർ മെഷറിംഗ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഡിമാൻഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ കഴിഞ്ഞ പെർസെൻറ്റേജ് മെത്തേഡിൽ പഠിച്ച പോലെയല്ല ഇതിൽ നമ്മൾ എടുക്കേണ്ടത്. ഇൻസ്റ്റെഡ് ടേക്കിംഗ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റി വി ടേക്ക് ദി ആവറേജ് ഓഫ് ബോത്ത്. അതായത് പെർസെൻറ്റേജ് മെത്തേഡിൽ നമ്മൾ പണ്ടത്തെ പ്രൈസും പുതിയ പ്രൈസും ഒക്കെ എടുത്തിരുന്നു. പക്ഷേ ഈ ആർക്ക് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണത്. അതിനെയാണ് പറയുന്നത് ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡ് ബൈ ക്യൂ പ്ലസ് 1. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഡെൽറ്റ പി എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്. സോ പ്രൈസിൽ വ്യത്യാസം വന്നതാണ്. പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ്, P1 എന്ന് പറയുന്നത് പുതിയ പ്രൈസ്, ക്യൂ എന്ന് പറയുന്നത് പണ്ടത്തെ ഓൾഡ് പ്രൈസ്, Q1 എന്ന് പറയുന്നത് ന്യൂ പ്രൈസ് എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് when the price of a commodity falls from 17 to 13. അതായത് ഓൾഡ് പ്രൈസ് 17 ആയിരുന്നു, ടു ന്യൂ പ്രൈസിലേക്ക് ആയി, ടു 13ലേക്ക് ആയി. ദ ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 500 to 800. ആദ്യം ഡിമാൻഡ് 500 ആയിരുന്നു, അതിൽ നിന്ന് കൂടി 800ലേക്ക് ആയി. കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ബൈ യൂസിങ് ആവറേജ് മെത്തേഡ്. അതിൻ്റെ ഫോർമുല ഇതാണ്: ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് 1. നോക്കിയേ, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയിൽ എത്രയാണ് വ്യത്യാസം വന്നേക്കണത്? ആദ്യം 500 ആയിരുന്നു, പിന്നെ അത് 800 ആയി. അപ്പോൾ എത്രയാണ് കൂടിയത്? 300 യൂണിറ്റ്സ് ആണ് കൂടിയത്. അതാണ് ഇവിടെ 300 എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി നോക്കിയേ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി അല്ല, ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. നോക്കിയേ, ആദ്യം 17 രൂപയായിരുന്നു, പിന്നെ അത് 13 ആയി, അതായത് 4 രൂപ കുറഞ്ഞു. ഡിവൈഡ് ബൈ 4 ഇൻറ്റു പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ് ആണ്. ആദ്യം എത്ര രൂപയായിരുന്നു? 17 ആയിരുന്നു. പ്ലസ് P1 എന്ന് പറയുന്നത് ന്യൂ പ്രൈസ്. പുതിയ പ്രൈസ് എത്രയാണ്? 13 ആണ്. അതായത് 17 നിന്ന് 13ലേക്കാണ് ഇപ്പോഴത്തെ പ്രൈസ്. അതുകൊണ്ടാണ് ആ 13 എന്ന് പറയുന്നത് P1 ആക്കിയത്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി ആണ്. ആദ്യം എത്രയായിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായത്? 500 ആയിരുന്നു, അവിടെ 500 എഴുതി. പ്ലസ് Q1 എന്ന് പറയുന്നത് പുതിയ ക്വാണ്ടിറ്റി. എത്രയാണ് പുതിയ ക്വാണ്ടിറ്റി? 800. അതായത് 500 ആദ്യമായിരുന്നു, ടു 800ലേക്ക് ആയി. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് 800 ആണ്. അതാണ് ഇവിടെ 800 എഴുതിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് 300/4 ഇൻറ്റു
13 plus 17 20 divided by 500 plus 800 എന്ന് പറയുന്നത് 1300 ആണ്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.73 ആണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡാണ്. ഇതിലെന്ന് പറയുന്നത് അണ്ടർ ദിസ് മെത്തേഡ് വി കമ്പയർ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ ബയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൈസ് ചേഞ്ച് ആണ്.